ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മൾ ഡെയിലി അപ്കമിംഗ് വിശേഷം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് കഥയാട്ടോ പറയുന്നത്. നമ്മുടെ സ്റ്റാൻലീനെ കാണാനായിട്ട് ബാലചന്ദ്രൻ പോയി. ബാലചന്ദ്രൻ സ്റ്റാൻലീനെ കണ്ടു, അലീനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിക്ക് അലീനയെ കാണാൻ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാൻലി വരികയാണ് അലീനയെ കാണാനായിട്ട്. അപ്പം ബാലചന്ദ്രനെ വിളിക്കാതെയൊക്കെയാണ് വരുന്നത്. വലിയ മുതലാളിയാണല്ലോ നമ്മുടെ ബാലചന്ദ്രൻ. അപ്പം ഇപ്പൊ വിളിച്ച് അന്വേഷിച്ച് എവിടെയാണെന്നൊന്നും തിരക്കി വരേണ്ട ആവശ്യമില്ല. കറക്റ്റ് സ്ഥലം ആദ്യം ബാലചന്ദ്രൻ ചെന്നപ്പോ പറഞ്ഞായിരുന്നു. പിന്നെ അവിടെയുള്ള പ്രമുഖനായ നമ്മുടെ ജൂവലറി ഉടമയാണല്ലോ ബാലചന്ദ്രൻ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തപ്പി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമൊന്നും വന്നിരുന്നില്ല. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി എത്തുകയാണ്. സ്റ്റാൻലി എത്തി ആ ഒരു ജൂവലറിയിലേക്ക്. അപ്പൊ എല്ലാവരും നമ്മുടെ സ്റ്റാൻലിനെ തന്നെ നോക്കണം. അവിടെ കുറച്ച് ജൂവലറി എടുക്കാൻ വന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, സ്റ്റാഫുകൾ ഉണ്ട്. അപ്പൊ എല്ലാവരും നോക്കുന്നത് നമ്മുടെ സ്റ്റാൻലിനെയാണ് കേട്ടോ. പുള്ളിക്കാരന്റെ ആ ഒരു നടത്തവും ആ ഒരു ഭാവവും ഒക്കെ കാണുമ്പം എല്ലാവരും പെട്ടെന്ന് ഒരു ആകർഷിക്കുന്ന ഒരു രൂപം തന്നെയാണ്. സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയ പൊക്കമുള്ള ഒരു മനുഷ്യൻ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ശ്രദ്ധിച്ചു. മാത്രല്ല നമ്മുടെ ബാലചന്ദ്രന്റെ മാനേജർ ആണെങ്കിൽ പെട്ടെന്നൊരു ക്ലയന്റിനെ കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ഒരു ആവേശത്തിന് വരൂ സാർ, സാർ വരൂ എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ഡയമണ്ടിന്റെ ആ ഒരു ഭാഗവും ഡയമണ്ട് ഇരിക്കുന്ന ഭാഗവും അങ്ങനെ ജ്വല്ലറി ഭാഗവും അപ്പൊ എങ്ങനെയെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും പറഞ്ഞു, അതെ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനോ ഒരു ഡീലർഷിപ്പിനോ ഒന്നും അല്ല. എനിക്ക് കാണേണ്ടത് ബാലചന്ദ്രനെയാണെന്ന്. അപ്പോഴത്തേക്കും മാനേജർ പറഞ്ഞു, അതിനിപ്പോ എന്താ സാർ, സാർ അവിടെ ക്യാബിനിലുണ്ട്, ചെന്ന് കണ്ടോളൂ, ഞാനൊന്ന് പെർമിഷൻ മേടിക്കേണ്ട താമസമുള്ളൂ എന്ന് പറഞ്ഞപ്പം, എന്നാ പിന്നെ നിങ്ങളൊന്ന് പെർമിഷൻ മേടിച്ചിട്ട് വരൂ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇതൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ കാണുന്നുണ്ട് കേട്ടോ. അവിടെ അകത്ത് ഒരു ചെറിയൊരു സ്ക്രീനിലൂടെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ആ ക്യാബിൽ ഇരുന്ന് തന്നെ കാണാം. അങ്ങനെ ആ ക്യാബിൽ ഇരുന്ന് കാണുകയാണ്. അപ്പൊ ക്യാബിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ വന്നിരിക്കുന്നത് സ്റ്റാൻലി ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അകത്ത് കയറി വന്നു മാനേജർ പറഞ്ഞു, അത് പിന്നെ ബാലേട്ട, പുറത്തൊരാൾ വന്നിട്ടുണ്ട് കാണാനായിട്ട്, സ്റ്റാൻലി എന്നോ മറ്റോ ആണ് പേര്. അപ്പം എന്തോ അത്യാവശ്യമായിട്ട് കാണണം എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ, അതിനിപ്പോ എന്താ, അകത്തേക്ക് കയറി വരാൻ പറയൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ മാനേജർ ഇറങ്ങിപ്പോയി. നേരെ ചെന്ന് വിളിക്കുകയാണ് നമ്മുടെ സ്റ്റാൻലിനെ. അങ്ങനെ സ്റ്റാൻലി അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. എല്ലാവരുടെയും കണ്ണ് സ്റ്റാൻലിയിൽ തന്നെയാണ്. കാരണം സ്റ്റാൻലിയുടെ ആ ഒരു ഭാവവും നടത്തവും പെട്ടെന്ന് എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് കയറി വന്നു. എക്സ്ക്യൂസ് മീ, കയറി വരൂ സ്റ്റാൻലി എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാൻലി കയറി ചെന്ന് ആ ക്യാബിനിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയൊരു കസേര ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കസേരയിൽ ഇരുന്നു. അങ്ങനെ സ്റ്റാൻലിയോട് ചോദിച്ചു, അല്ല സ്റ്റാൻലിക്ക് ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ തോന്നാൻ കാരണം എന്താ? അല്ല, ഇങ്ങോട്ടേക്ക് വരുന്നു എന്നൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, ഞാൻ അന്ന് നമ്പറും തന്നതല്ലേ, എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഒരു വരവ്? എന്താ ഇവിടെ വല്ല ബിസിനസ്സിനോ കാര്യങ്ങൾക്കോ വല്ലതും വന്നപ്പോ എന്നെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഒരിക്കലും അല്ല, ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഒരാളെ കാണണം. അത് വേറെ ആരുമല്ല, എന്റെ കാമുകിയുടെയും എന്റെയും പുത്രിയുണ്ടല്ലോ, മകളുണ്ടല്ലോ, എനിക്ക് അവളെ ഒന്ന് കാണണം. അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നിങ്ങൾ അന്ന് വന്ന് പറഞ്ഞ് ഘോര പ്രസംഗിച്ചല്ലോ അവളെ കുറിച്ച്. അപ്പൊ അത് കേട്ടപ്പോൾ എന്തോ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനൊരു 3-4 ദിവസമായി ഉറങ്ങിയിട്ട്, എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. എന്റെ കണ്ണിലെ അവളുടെ രൂപവും ഭാവവും അവളുടെ ആ ഒരു ദയനീയ അവസ്ഥയും ഒക്കെയാണ് എന്റെ മനസ്സിൽ എപ്പോഴും കിടന്ന് കൂടിയിരിക്കുന്നത്. എനിക്ക് അവളെ ഒന്ന് കാണണം, എനിക്ക് കണ്ടേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ബാലചന്ദ്രന് എന്തോ ഒരു വല്ലാത്തൊരു വിമ്മിഷ്ടം പോലെ. ബാലചന്ദ്രന് നമ്മുടെ അലീനയെ കാണിക്കാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. ആ ഒരു ഇതുപോലെയാണ് അലീന. അല്ല, അലീനയല്ല, ബാലചന്ദ്രൻ പറഞ്ഞു, എങ്കിലും തനിക്ക് എന്നെ ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നു എന്ന് പറഞ്ഞപ്പം, വിളിച്ചാൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇനി ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞാല് എനിക്ക് അവളെ കാണാൻ പറ്റില്ലല്ലോ. ഒരു നോക്ക് കണ്ടാൽ മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ നിന്ന് അവളെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകാനോ ഒന്നുമല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് അവളെ ഒന്ന് കാണണം, എനിക്കൊന്ന് കണ്ടേ പറ്റൂ. അപ്പോഴത്തേക്കും തന്നെ ബാലചന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട് നമ്മുടെ സ്റ്റാൻഡിന്. തങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ ഉള്ളവർ വലിയ പ്രശ്നം ഉണ്ടാക്കും. അറിയാലോ, വൈജ, ഗംഗാധര മേനോൻ, ശിവശങ്കര മേനോൻ, രാജീവൻ, അങ്ങനെ പല ആൾക്കാർക്കും നിങ്ങളെ അറിയാവുന്നതാണ്. ഇവിടെ എവിടെ വെച്ചെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു സംഘർഷം തന്നെ ആയിരിക്കും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ പിന്നെ മുന്നോട്ടേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഏതായാലും മോശമായി പോയി. ഒരു അറിയിപ്പെങ്കിലും നിങ്ങൾക്ക് തരായിരുന്നു. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഒരു ഫോൺ കോളും മതിയല്ലോ എല്ലാത്തിനും എന്ന് പറഞ്ഞപ്പം
എനിക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ടേ പറ്റൂ, എനിക്ക് അവളെ ഒന്ന് കാണണം. എനിക്ക് അവളെ കണ്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവളുടെ അവകാശമോ കാര്യങ്ങളോ ഒന്നുമല്ല വേണ്ടത്, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണം. ഒരുപാട് നാള് ഞാൻ ആഗ്രഹിച്ചതാ അവളെ കാണാനായിട്ട്. ഒരുപാട് നാള് അവള് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവളെ കുറിച്ച് ഞങ്ങള് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാ. എനിക്ക് അവളെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ നിസ്സഹായനായിട്ട് തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പാപം തന്നെ ആയിരിക്കും. പിന്നെ ഏതൊരച്ഛന്റെയും ആഗ്രഹമാണല്ലോ ജന്മം നൽകിയ സ്വന്തം മകളെ കാണുക എന്നുള്ളത്. അതിനൊരിക്കലും ഞാൻ വിലങ്ങുതടി ആവില്ല. ഏതായാലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ അലീനയെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അലീനയുടെ മുമ്പിൽ പോയി നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഈ ക്യാബിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ അലീന ആ ജ്വല്ലറിയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജ്വല്ലറിയിലെ എല്ലാ ഭാഗങ്ങളും ഈ ക്യാബിനിൽ ഉണ്ട്. അപ്പം ഏതൊരു സൈഡിലാണെങ്കിലും, ഏതൊരു കോണിലാണെങ്കിലും, ഏതൊരു മുക്കിലും മൂലയിലുമാണെങ്കിലും അവൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ക്യാബിനിൽ ഇരുന്ന് അവളെ കാണാവുള്ളൂ, അല്ലാതെ നേരിട്ട് അവളെ ഇപ്പൊ നിങ്ങൾ കാണണ്ട എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി അത് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാലചന്ദ്രൻ ഫോൺ എടുത്ത് നേരെ വിളിക്കുകയാണ് അലീനയെ. അങ്ങനെ അലീനയെ ഫോൺ വിളിച്ചിട്ട് ഫോൺ ആ ഒരു റിങ്ങിന്റെ ശബ്ദം കേട്ടതും അലീന ഓടി വന്നിട്ട്, എന്താ അച്ഛാ ഈ സമയത്ത് വിളിക്കുന്നത്? അല്ല, ഈ സമയത്ത് വിളിക്കാറില്ലായിരുന്നല്ലോ, ഇനിയിപ്പം അച്ഛനിൽ നിന്ന് ഉണ്ണാൻ വരുന്നില്ലേ, അത് പറയാൻ വിളിച്ചതാണോ? അപ്പം നമ്മുടെ ബാലചന്ദ്രൻ സംസാരിക്കുകയാണ്, ഇല്ല മോളെ, ഞാന് ഇന്ന് ഉണ്ണാൻ ചിലപ്പം വന്നേക്കും, പക്ഷേ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു, നീ പെട്ടെന്ന് ജ്വല്ലറി വരെ ഒന്ന് വരണം. ജ്വല്ലറി വരെ വരാനോ? എന്തു പറ്റി? ഇങ്ങനെ എന്നെ വിളിക്കുന്നതല്ലോ. അല്ല, എന്തെങ്കിലും സാധനങ്ങൾ വല്ലതും മേടിക്കാനുണ്ടോ? അല്ല, നിനക്ക് വരാൻ പറ്റുമോ? അച്ഛൻ വിളിച്ചാൽ ഞാൻ വരാതിരിക്കുവോ? ഞാൻ വരാം, ഒന്ന് ഒരുങ്ങുന്ന താമസം മാത്രം. ഒരുങ്ങാൻ എനിക്ക് വലിയ താമസം അറിയാലോ, എനിക്കൊരു ടോപ്പും ഒരു ഷോളും ഒക്കെ കുത്തി വരുന്ന താമസമുള്ളൂ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ സ്റ്റാൻലി ചോദിച്ചു, അല്ല, അവള് വരുന്നാണോ പറഞ്ഞത്? ഞാൻ വിളിച്ചാൽ അവള് വരാതിരിക്കില്ല, ഞാൻ വിളിച്ചാൽ അവൾ എവിടെയാണെങ്കിലും വരും സ്റ്റാൻലി, അവൾ ഇപ്പം വരും, ഒരു കാര്യം ചെയ്യും, ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീന എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി റെഡിയൊക്കെ ആക്കി വെച്ചിട്ട് നേരെ പോവുകയാണ് എങ്ങോട്ടേക്ക്? സ്റ്റാൻലിനെ കാണാനായിട്ട്. പക്ഷേ നമ്മുടെ സ്റ്റാൻലി അല്ല, അലീനയോ ഒന്നും അറിയുന്നില്ല അലീനയുടെ അച്ഛനെ കാണാൻ വേണ്ടിയാണ് താൻ പോകുന്നത് എന്ന്. അങ്ങനെ നേരെ പോവുകയാണ്, നേരെ ചെല്ലുന്നതിന്റെ ഇടയിൽ നമ്മുടെ മനുവിന്റെ കോള് വരുമ്പോൾ കോൾ എടുക്കുന്നുണ്ട്. അപ്പൊ മനു ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണെന്ന്. അത് പിന്നെ ഞാൻ ജ്വല്ലറിയിലേക്ക് പോവാണ്, അച്ഛൻ എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു മനുവേട്ടാ. അല്ല, എന്തിനാ ഇപ്പം അങ്കിള് നിന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞത്? അതെനിക്കറിയില്ല മനുവേട്ടാ, എന്നെ ഇങ്ങനെയൊന്നും വിളിക്കാറില്ല ജ്വല്ലറിയിലേക്ക്. ഇനി എന്തെങ്കിലും ആവശ്യത്തിനാണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല, എന്നെ വിളിച്ചിട്ടുണ്ട്, ഏതായാലും ഞാനൊന്ന് പോട്ടെ, എന്തിനാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോ, എന്നാ നീ ചെല്ല്. അല്ല, നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ അവിടെ? എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല മനുവേട്ടാ, പിന്നെ അറിയാലോ മേഡത്തിന്റെ കുറെ പ്രശ്നങ്ങള്, അതല്ലാതെ വേറൊരു പ്രശ്നവും എന്നെ ബാധിക്കില്ല. എന്നാ പിന്നെ നീ വെച്ചോ, ഞാൻ കുറച്ച് വർക്കിന്റെ കാര്യങ്ങളിലൊക്കെയാണ്, നീ സമയം കിട്ടുമ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മനു ഫോൺ കട്ട് ചെയ്തു. ഏതായാലും ഈ സമയത്ത് ആ ഓട്ടോയിൽ തന്നെ നേരെ നമ്മുടെ ബാലചന്ദ്ര മേനോന്റെ ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങുകയാണ് നമ്മുടെ അലീന. അങ്ങനെ ജ്വല്ലറിയുടെ ഫ്രണ്ടിലേക്ക് ചെന്ന് ഇറങ്ങി പതിയെ ക്യാബിനിലേക്കല്ല സോറി, ജ്വല്ലറിയിലേക്ക് കയറി വന്നതും നമ്മുടെ അലീന ആ ഒരു ക്യാബിനിലെ ഡോറിൽ ഇങ്ങനെ മുട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി അവിടെ മാറി നിൽക്കുകയാണ്. അപ്പൊ മുട്ടാൻ തുടങ്ങിയതും തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അത് അവളാണെന്ന്. അതെങ്ങനെ തനിക്കറിയാം അവളാണെന്ന് ചോദിക്കുമ്പം അവളുടെ ഓരോ ചലനവും എനിക്ക് മനസ്സിലാകും. അവള് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ എനിക്കറിയാം അവളാണെന്ന്, അവളുടെ കാലൊച്ച, അതെനിക്ക് മനസ്സിലാകും, അവൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഏതായാലും ഈ ക്യാബിനിന്റെ ഇവിടെ ഇരുന്നോ, ഞാൻ ഇപ്പൊ അവളെ കണ്ട് ഒന്ന് അവള് എന്തെങ്കിലും ഒരു രീതിയിൽ പിടിച്ചു നിർത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു. ഏതായാലും CCTV ഇങ്ങനെ നോക്കി ആ ഒരു നമ്മുടെ അലീനയുടെ മുഖം കാണാൻ വേണ്ടി വെമ്പിത്തിളച്ചിങ്ങനെ നമ്മുടെ സ്റ്റാൻലി ഇരിക്കുകയാണ്. അങ്ങനെ പതുക്കെ ഒരു ചുരിദാറിന്റെ സൈഡൊക്കെ കാണാം, അതിലൂടെ പതുക്കെ നമ്മുടെ സ്റ്റാൻലി ആ രൂപം മുഴുവനായിട്ട് കാണുകയാണ്. നമ്മുടെ അലീനയെ ഞെട്ടിപ്പോയിട്ടോ സ്റ്റാൻലി, തന്റെ ഇളയ കൊച്ചിനെ അതേ രീതിയിൽ വാർത്തു വെച്ചിരിക്കുന്നു. നമ്മുടെ സ്റ്റാൻലിക്കും വിവാഹം കഴിഞ്ഞ് 2 മക്കളൊക്കെ ഉണ്ട്, 2 മക്കളോ 3 മക്കളോ എങ്ങാണ്ടുണ്ട്. അപ്പം ആ ഒരു രൂപം തന്നെ തന്റെ ഇളയ കൊച്ചിന് സേറയോ അങ്ങനെ എങ്ങാണ്ടാണ് പേരെന്ന് തോന്നുന്നു, ഇനി പേരിന് മാറ്റം വരുമെന്ന് അറിയില്ല, ചിലപ്പോൾ നോവലിലെ പേരിനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ വന്നേക്കാം. അപ്പം തന്റെ സേറയെ പോലെ തന്നെയാണല്ലോ തന്റെ മകൾ ഇരിക്കുന്നത്, അതേപടി വാത്ത് വെച്ചിരിക്കുന്നു, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചുണ്ട്, എല്ലാം അതേ രീതിയിൽ തന്നെ. കണ്ണുകൾ അറിയാതെ നമ്മുടെ സ്റ്റാൻലിയുടെ നിറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ മനം നിറയെ കണ്ടില്ല എങ്കിലും കണ്ണ് നിറയെ കാണാൻ പറ്റി നമ്മുടെ സ്റ്റാൻലിക്ക്.
അലീനയെ. പക്ഷെ അലീനെ അവിടെ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാണെന്ന് അലീന ചോദിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രനോട്. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു, നിനക്ക് ഈ മോഡലിൽ ഏത് വളയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? വളയോ? എനിക്കോ? എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വളയൊന്നും ഇടത്തില്ല. നീ വള ഇടത്തില്ലെന്നറിയാം. ഏതായാലും ഞാൻ നിനക്ക് ഇപ്പൊ വള മേടിച്ച് തന്നാലും ഈ വള നീ എന്ത് ചെയ്യുന്നു എനിക്കറിയാം. നീ ഈ വള നേരെ കൊണ്ടുപോയി ഈ വിറ്റിട്ട് നീ ഏതെങ്കിലും അനാഥാലയത്തിന് 3-4 നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇതിപ്പം നിനക്ക് തന്നുവിടാനൊന്നുമല്ല. പക്ഷേ നീ ഒരു പെങ്കൊച്ചല്ലേ, സ്വരുക്കൂട്ടി വെക്കണമല്ലോ, ഞാൻ നിന്റെ അച്ഛനല്ലേ. അപ്പം അതിനുവേണ്ടി ഞാൻ സ്വരുക്കൂട്ടി വെക്കുന്നതാണ്, നിനക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. എന്താ, എന്റെ കല്യാണത്തിന് വേണ്ടിയാണോ? നിന്റെ കല്യാണത്തിന് വേണ്ടിയെങ്കിൽ അങ്ങനെ. അതിന് ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് അച്ഛനോട് ആരാ പറഞ്ഞേ? അപ്പൊ നീ കല്യാണം കഴിക്കില്ല? ഹേയ്, കല്യാണം കഴിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ അച്ഛന്റെ സന്തോഷമല്ലേ, അച്ഛൻ ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചോ, കുഴപ്പമില്ല. ഇതിനു വേണ്ടി ഇത്ര പെട്ടെന്ന് എന്നെ വിളിച്ചു വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതിപ്പോ നാളെ ആണെങ്കിലും ഇത് പറ്റുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം, അതൊന്നും സാരമില്ല, എനിക്ക് ഇതിപ്പം ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ഇതിപ്പോ ചെയ്തു, അത്രമാത്രം. എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാൻ തോന്നുമ്പോൾ അപ്പൊ തന്നെ ചെയ്യണമെന്ന് നിനക്ക് അറിയാലോ മോളെ എന്ന് പറയുമ്പോൾ, ഈ അച്ഛന്റെ ഒരു കാര്യം, എന്നാ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ വളയാണ്. അപ്പോഴത്തേക്കും, നല്ല വളയാണല്ലോ, എന്നാ പിന്നെ ഇത് ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കാം, മോള് പൊക്കോ. അല്ല, ഫുഡ് വല്ലതും കഴിച്ചായിരുന്നോ? എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം, ഞാൻ കഴിച്ചോളാം, ഞാൻ അവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ല, അച്ഛൻ എന്റെ കൂടെ വരുന്നില്ലേ? മോള് ഇപ്പൊ പൊക്കോ, ഞാന് പുറകെ വന്നോളാം. അല്ല, അച്ഛൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ അച്ഛന്റെ കൂടെ പോയാ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഇല്ല മോള് പൊക്കോ, ഞാൻ ചിലപ്പോൾ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അലീനയെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ മനസ്സ് നിറയെയും കണ്ണ് നിറയെയും ഒക്കെ നമ്മുടെ അലീനയെ കാണാൻ പറ്റി അലീനയുടെ അച്ഛന് സ്റ്റാൻലിക്ക്. അതിന്റെ എല്ലാ സന്തോഷവും സ്റ്റാൻലിക്ക് ഉണ്ട്. അലീന പോയ ഉടനെ തന്നെ സ്റ്റാൻലിയുടെ അടുത്തേക്ക് ബാലചന്ദ്രൻ ചെന്നു. അങ്ങനെ ബാലചന്ദ്രൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല തന്റെ മകളെ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, കണ്ടു, ഞാൻ എന്റെ കണ്ണ് നിറയെ അവളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പം, അതാണ് അലീന, ഇനിയിപ്പം തനിക്ക് എന്താ വേണ്ടത്? ഇനിയിപ്പം ഒരാവശ്യമില്ലല്ലോ, എങ്കിൽ പിന്നെ താൻ ഇവിടുന്ന് പൊക്കോ, ഒത്തിരി സമയം ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അവിടെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ പ്രശ്നമായി തീരും, അതുകൊണ്ട് പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എനിക്ക് അവളെ ഒന്ന് നേരിട്ട് കാണാനായിട്ട്. ഹേയ്, ഇപ്പം അത് വേണ്ട സ്റ്റാൻലി, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല സ്റ്റാൻലി. അങ്ങനെ നേരിട്ട് കാണാൻ തനിക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാനൊരു അവസരം ഒരുക്കാം, അത് ഇവിടെയല്ല, തന്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ അവളെ കൊണ്ടുവരാം. അല്ല, അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അത് ശരിയാവില്ല. അവിടെ അറിയാലോ, എനിക്ക് 3 മക്കളും അതുപോലെ ഭാര്യയും, നാട്ടുകാര് എന്തു വിചാരിക്കും? ഓഹോ, നാട്ടുകാരെന്തു വിചാരിക്കുന്നൊക്കെ ആണെങ്കിൽ താൻ ഒരിക്കലും തന്റെ മകളെ കാണാൻ പോകുന്നില്ല. അവൾ തനിക്കൊരു ബാധ്യതയായിരിക്കാം, പക്ഷെ ഒരിക്കലും അവൾ എനിക്കൊരു ബാധ്യതയല്ല. എനിക്ക് എന്റെ ജീവിതത്തിലെ എന്റെ കണ്ണു തുറപ്പിച്ച മാലാഹ തന്നെയാ. ഞാൻ ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും ഒക്കെയാണ് ജീവിതത്തിൽ പൊക്കോണ്ടിരുന്നത്. അതിനിടയിൽ അവൾ കയറി വന്നു ഒരു മാലാഹയെ പോലെ. അവൾ വീട്ടിലെ വേലക്കാരിയായിട്ടാ കയറി വന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് അവൾ പതിയെ പതിയെ എല്ലാം മാറ്റിയെടുത്തു. എന്റെ മക്കളെ മാറ്റിയെടുത്തു, എന്നെ മാറ്റിയെടുത്തു. ഇനിയിപ്പം മാറ്റിയെടുക്കാനേ ഒരാളും കൂടെ ഉള്ളൂ. അവള് ഈ ജന്മം മാറാൻ പോകുന്നില്ല. തന്റെ കാമുകി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് തലക്കനവും മൂത്ത് അവള് നടക്കുന്നുണ്ട്. അവള് ചെയ്യുന്നതും അവള് കാണിക്കുന്നതും മാത്രമാണ് ശരിയെന്ന അവള് വിചാരിക്കുന്നത്. അതുകൊണ്ട് അവളെ മാറ്റിയെടുക്കാൻ ഈ ജന്മത്ത് അലീനയെ കൊണ്ടല്ല, ദൈവത്തിന് പോലും സാധിക്കത്തില്ല. ഏതായാലും താൻ പൊക്കോ, തനിക്ക് എന്നവളെ കാണണമെന്ന് തോന്നുന്നോ അന്ന് അവളുടെ നിങ്ങളുടെ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ കൊണ്ടുവരാം. അല്ലാതെ ഒരിക്കലും ഒരു കഴുകനും കുത്തിപ്പറിക്കാനായിട്ട് ഞാൻ അവളെ ഇട്ട് കൊടുക്കില്ല. കാരണം അവൾ അത്രയ്ക്ക് നല്ല കുട്ടിയാടോ, തനിക്കറിയില്ല. അവള് ഒരുപാട് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ വളർന്നു വന്നതാ. നല്ലത് എന്തെന്നും ചീത്ത എന്തെന്നും മനസാക്ഷി എന്തെന്നും ഒക്കെ അവൾക്ക് തിരിച്ചറിയാവുന്ന ഒരു പെങ്കൊച്ച. അവളെ വെറുതെ എന്തിനാ അങ്ങോട്ടേക്കിട്ട് കഴുകന്മാർക്ക് കുത്തിവലിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നത്? ഒരിക്കലുമില്ല. എന്റെ ജീവിതത്തിൽ കണ്ണു തുറപ്പിച്ചവളാ. അതുകൊണ്ട് തന്നെ എന്റെ സ്വന്തം മക്കളെ പോലെയാ ഞാൻ അവളെ കാണുന്നത്, അവളെ നോക്കുന്നത്. അതുകൊണ്ട് ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും ഒരു വേറ്റുകൃത്യവും എന്നിൽ നിന്ന് അവൾക്ക് ഉണ്ടാവില്ല. സ്വന്തം മകളെ പോലെ ഞാൻ നോക്കും. എന്റെ സ്വന്തം മകളെക്കാൾ ഏറെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അവളെ. ചിലപ്പം അതിന് പലരും പല നിർവചനങ്ങളും ഇടുന്നുണ്ട്. എന്റെ കാമുകി എന്നോ, ഞാൻ അവളെ വീട്ടിൽ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത് വേറെ എന്തൊക്കെ ഉദ്ദേശം കൊണ്ടാണെന്നോ. പക്ഷെ അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കാരണം അവളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ദൈവത്തിനും എനിക്കും അതുപോലെ അറിയാലോ, വൈജയുടെ ആങ്ങളമാർക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. തെറ്റ് ചെയ്താൽ മാത്രം എനിക്ക് പേടിച്ചാൽ പോരെ, വൈജ ഇപ്പൊ പേടിച്ചു വിറയ്ക്കുന്നത് പോലെ. ഏതായാലും താൻ പൊക്കോ, താൻ ഇനി ഇവിടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റാൻലിനെ പറഞ്ഞു വിടാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രന്റെ മാനേജർക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട്. ബാലചന്ദ്രന്റെ മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങടെ ഭർത്താവാണല്ലോ. അപ്പൊ പുള്ളിക്കാരൻ എന്തൊക്കെയോ ഒരു ഡൗട്ട്. അപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ സ്റ്റാൻലി അതാരാണ്? അല്ല, ഞാനൊരു സ്റ്റാൻലി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്.
ഇതാണോ അലീനയുടെ അച്ഛൻ എന്ന്. ഇത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ ഞെട്ടിയിട്ടോ. അപ്പം എല്ലാം അറിയാം നമ്മുടെ മാനേജർക്കും. അങ്ങനെ പറയുകയാണ്, അതെ ഇത് തന്നെയാണ് അലീനയുടെ അച്ഛൻ സ്റ്റാൻലി എന്ന്. ഏകദേശം ഈ ഒരു എപ്പിസോഡ് വരെ ഞാൻ നിർത്താണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥ ഉടനെ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക. നമ്മൾ നോവൽ ബേസിലാണ് കഥ പറയുന്നത്. അപ്പം 2-3 ദിവസമൊക്കെ കൂടിയാണ് ഇപ്പൊ ഞാൻ കഥ ഇട്ടിരിക്കുന്നത്. ഡെയിലി നമ്മൾ മാക്സിമം കഥ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ ആദ്യം കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക്, ഒരു ഹൈപ്പ് ഒക്കെ ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അതിനോടൊപ്പം കമന്റ്സ് ഒക്കെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമന്റ്സ് ഒക്കെ ഇടുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.